ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 10-ാം തീയതി തിരൂര് പള്ളിപ്പെരുന്നാളാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ അമ്മക്കുട്ടിക്ക് പോകണമെന്ന് ഇങ്ങനെ വാശി പിടിച്ചു. അപ്പോൾ എന്നാൽ പോയിട്ട് വരാം. ഇവിടെ അടുത്ത് തന്നെയാണ്, വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് തിരൂര് പള്ളി വരുന്നത്. അപ്പോൾ ഞാനും അച്ഛനും കൂടെ സ്കൂട്ടിമേ കയറി, അതുപോലെ ചേട്ടനും അമ്മക്കുട്ടിയും കൂടെ ബൈക്കിൽ. അങ്ങനെയാണ്. കാർ എടുത്തില്ല. കാറ് പിന്നെ ഈ തിരക്കിൽ കൊണ്ടുപോയാൽ ഒതുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പെട്രോളൊക്കെ വെച്ച് നോക്കുമ്പോൾ ബൈക്കാണ് ബെറ്റർ എന്ന് തോന്നിയപ്പോൾ ബൈക്കിലാണ്, 2 ബൈക്കിലായിട്ടാണ് പോയത്. അപ്പോൾ അതേ കാണുന്നതാണ് പള്ളിയുടെ മുൻഭാഗം. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നേരെ കാണുന്ന പള്ളിയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പോയത് ഭക്ഷണം കഴിക്കാനാണ്. ഭക്ഷണം കഴിച്ചിട്ടാണ് പള്ളിയിലേക്ക് പോകുന്നത്. അപ്പം പള്ളിയിലേക്ക് പോയിട്ട് അതിനുശേഷം ഭക്ഷണം കഴിക്കാൻ കയറാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ഹോട്ടൽ അടയ്ക്കുന്നുള്ള കാരണത്താൽ ആദ്യം ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കഴിച്ചത് ഓരോ മസാല ദോശയും പിന്നെ അവർക്ക് ഓരോ നെയ് റോസ്റ്റും ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരത്തെ പള്ളിയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എൻട്രൻസ് ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നേരെ കാണുന്ന അതാണ് പള്ളി. ഓക്കെ, അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡായിട്ട് കുട്ടികളുടെ സ്കൂളൊക്കെ കാണുന്നുണ്ട്. സെൻറ്റ് തോമസ് HSS തിരൂർ എന്നാണ് പിള്ളേരുടെ സ്കൂളിൻ്റെ പേര്. അപ്പോൾ നിങ്ങളിത് കാണുന്നതാണ് കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ. അച്ഛൻ്റെയും അമ്മൂൻ്റെയും സ്കൂള് ഇതാണ്. ഓക്കെ, അപ്പം അതിൻ്റെ എൻട്രൻസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചേട്ടനോട് വർക്ക് ചെയ്യുന്ന ഒരു പയ്യനെ കണ്ടത്. അപ്പോൾ അവരുടെ വൈഫാണ് കൂടെ ഉള്ളത്. അങ്ങനെ അവരോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വീണ്ടും ഞങ്ങളിത് പള്ളിയുടെ ഡെക്കറേഷൻ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് കുറച്ചുകൂടെ മുന്നിലോട്ട് വന്നു. പിന്നെ അവിടെ കുറച്ച് നേരം ആ ലൈറ്റ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നേരെ അത് ആസ്വദിച്ചതിന് ശേഷം റിട്ടേൺ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡായിട്ട് കുറച്ച് നമുക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് കുറച്ച് ആക്ടിവിറ്റീസ്, അതായത് ഇപ്പം ജെയിൻറ്റ് വീലില്ല, കഴിഞ്ഞ പ്രാവശ്യം ജെയിൻറ്റ് വീൽ ഉണ്ടായിരുന്നു. പിന്നെ കൊളംബസ്, അതുപോലെ കപ്പും സംഭവങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെ ടൈപ്പ് ഗെയിം. അതുപോലെ എന്താണ് VR എനിക്ക് മനസ്സിലായില്ല, കുട്ടികൾ പറഞ്ഞു VR ആണ്. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ കാണുന്നത് ഞങ്ങൾ എപ്പോഴും കയറാറുള്ളത് ജെയിൻറ്റ് വീലാണ്. ജെയിൻറ്റ് വീലിൽ ഇപ്രാവശ്യം ഇല്ല. ഓക്കെ, പിന്നെ അതേ കോസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നും കയറിയില്ല. രാത്രി ഇനിയിപ്പോൾ പേടിച്ചിട്ട് ഉറക്കം വരാതിരിക്കരുതെന്ന് വെച്ചിട്ട് പിന്നെ അങ്ങനെ കയറിയില്ല. അതേ കാണുന്നത് കൊളംബസ്, അതിൽ കയറി കേട്ടോ. അത് അത്യാവശ്യം നല്ല ലെങ്തി ആയിരുന്നു, അതുപോലെ അത്യാവശ്യം നല്ല ഹൈറ്റിലോട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കുട്ടികൾക്ക് കളിക്കാവുന്നതാണല്ലോ, നമ്മുടെ പിള്ളേർക്ക് ഇഷ്ടാവില്ല, കുഞ്ഞു കുട്ടികൾക്കുള്ളതല്ലേ. അപ്പോൾ അതിലൊന്നും കയറിയില്ല. അപ്പോൾ മൊത്തം ഒന്ന് ചുറ്റിക്കണ്ടു. ആ കാണുന്ന കൊളംബസിലൊന്ന് കയറി. അതിൽ അച്ചു കയറിയില്ല, ഞാനും ചേട്ടനും അമ്മുവാണ് കയറിയത്. അങ്ങനെ അവർ 2 പേരായിട്ട് ആ VR സെക്ഷനിലൊന്ന് കയറി. ഒരു 5 മിനിറ്റ് കേട്ടോ, ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഇത്രയാണ് പള്ളി പെരുന്നാളുടെ ഒരു വിഷ്വൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ടാറ്റാ.